കുട്ടികളില്ലാത്തതിൻ്റെ നിരാശയിൽ കഴിയുന്ന ദമ്പതികളുടെ വേദനയും സങ്കടവും പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും പാലൂട്ടി വളർത്തുകയും ചെയ്യുന്നത് ഏതൊരു സ്ത്രീയുടെയും വലിയ ആഗ്രഹമാണല്ലേ. അതിനുവേണ്ടി അവർ പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളുണ്ടാകില്ല. എന്നാൽ ഇങ്ങനെയുള്ള നാട്ടിലാണ് പിഞ്ചു കുഞ്ഞുങ്ങളെ നിർദാക്ഷിണ്യം കൊല്ലുന്ന അമ്മമാരെക്കുറിച്ച് കേൾക്കുന്നത്. നവജാത ശിശുക്കളുടെ കരച്ചിലും അവരുടെ ചോര വീണ മണ്ണും ഈ നാടിന് തന്നെ ശാപമാണ്. തൃശ്ശൂരിൽ അവിവാഹിതയായ യുവതി അവിഹിത ഗർഭം മറയ്ക്കാൻ കുരുതി കൊടുത്തത് 2 കുരുന്നുകളെ. പിന്നീട് തെളിവ് നശിപ്പിക്കാൻ നവജാത ശിശുക്കളുടെ ജഡം പങ്കാളിയുടെ സഹായത്തോടെ കുഴിച്ചു മൂടുന്നു. കാമുകിയോടുള്ള സംശയം കാരണം യുവാവ് പോലീസ് സ്റ്റേഷനിലെത്തി നടത്തിയ വെളിപ്പെടുത്തൽ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതാണ്. എന്നാൽ കുഞ്ഞുങ്ങളുടെ അസ്ഥികൾ യുവാവ് സൂക്ഷിച്ചത് എന്തിനായിരുന്നു? അതിന് പിന്നിൽ കൂടോത്രമോ ദുർമന്ത്രവാദമോ സംശയിക്കണോ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പെട്രോൾ. സ്വാഗതം. ഫേസ്ബുക്ക് വഴിയുള്ള പരിചയം, അത് പിന്നീട് പ്രണയമായി വളരുന്നു. പിന്നാലെ യുവതിയുടെ രഹസ്യ പ്രസവം. ആദ്യ കുഞ്ഞ് പ്രസവാനന്തരം മരിച്ചപ്പോൾ ആരും അറിയാതെ കുഴിച്ചിട്ടു. രണ്ടാമത്തെ കുട്ടിയുടെ കരച്ചിൽ പുറത്ത് കേൾക്കാതിരിക്കാൻ അമ്മ തന്നെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുന്നു. തൃശ്ശൂർ പുതുക്കാട് അവിവാഹിതരായ പങ്കാളികൾ ചോരക്കുഞ്ഞിനെ കൊന്ന് കുഴിച്ചിട്ട സംഭവത്തിൽ പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. കാമുകി ചതിക്കുമെന്ന സംശയത്തിലാണ് മദ്യലഹരിയിൽ ഭവിൻ എന്ന യുവാവ് പോലീസ് സ്റ്റേഷനിലെത്തി വെളിപ്പെടുത്തൽ നടത്തിയത്. നവജാത ശിശുക്കളുടെ കൊലയിൽ നിറയുന്നത് ഒട്ടേറെ ദുരൂഹതകൾ. സംഭവത്തിൽ ആമ്പല്ലൂർ സ്വദേശി ഭവിൻ, മറ്റത്തൂർ സ്വദേശിനി അനീഷ എന്നിവരെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരുവർക്കും 2 തവണയായി ജനിച്ച കുഞ്ഞുങ്ങളെയാണ് അവിഹിത ഗർഭം മറയ്ക്കാൻ കൊന്നു കുഴിച്ചു മൂടിയത്. നവജാത ശിശുക്കളെ കമിതാക്കൾ ചേർന്ന് കുഴിച്ചിട്ടുവെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. ആമ്പല്ലൂർ സ്വദേശി ഭവിനും പെൺസുഹൃത്ത് മറ്റത്തൂർ നൂലുവള്ളി സ്വദേശിനി അനീഷയ്ക്കും 2 തവണയായി ജനിച്ച കുഞ്ഞുങ്ങളെയാണ് കുഴിച്ചിട്ടത്. കുഞ്ഞുങ്ങളുടെ അസ്ഥികൾ കർമ്മം ചെയ്യാനായി ഇവർ സൂക്ഷിച്ചിരുന്നു. എന്നാൽ ഭവിൻ അർദ്ധരാത്രി പൊടിഞ്ഞ അസ്ഥികളുമായി പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ എത്തിയതോടെയാണ് സംഭവം പുറംലോകം അറിയുന്നത്. അനീഷയുമായുള്ള ബന്ധത്തിൽ 2021-ലും 2024-ലും കുഞ്ഞുങ്ങളുണ്ടായതായി ഭവിൻ പോലീസിനോട് പറഞ്ഞു. അനീഷയുമായി പിണങ്ങിയതാണ് ഇത് പുറത്തു പറയാൻ കാരണം. ലാബ് ടെക്നീഷ്യയായിരുന്ന അനീഷയും പ്ലംബിംഗ് ജോലി ചെയ്തിരുന്ന ഭവിനും 4 വർഷം മുൻപ് സോഷ്യൽ മീഡിയ വഴിയാണ് പരിചയപ്പെട്ടത്. അത് പിന്നീട് പ്രണയമായി വളർന്നു. ഭവിനുമായുള്ള ബന്ധം അനീഷയുടെ വീട്ടുകാർ എതിർത്തിരുന്നു. ഇതിനിടെ അനീഷ ഗർഭിണിയായി. ആരുമറിയാതെ പ്രസവിച്ചു. വസ്ത്രങ്ങളും മറ്റും ധരിച്ചാണ് ഗർഭം മറച്ചത്. കുട്ടി മരിച്ചപ്പോൾ അനീഷ തന്നെ വീട്ടുപറമ്പിൽ രഹസ്യമായി ജഡം കുഴിച്ചിട്ടു. 8 മാസത്തിന് ശേഷം കുട്ടിയുടെ അസ്ഥികൾ ഭവിന് കൈമാറി. വീണ്ടും ഭവിനുമായി ബന്ധം തുടർന്നു. 1 വർഷം കഴിഞ്ഞ് 2ാമത്തെ കുഞ്ഞിനെ പ്രസവിച്ചു. ആദ്യത്തേതുപോലെ 2ാമത്തേതും ആൺകുട്ടിയായിരുന്നു. ആ കുട്ടി ജനിച്ചപ്പോൾ കരഞ്ഞു. ഈ കരച്ചിൽ പുറത്തറിയുമെന്ന അവസ്ഥ വന്നപ്പോൾ കുട്ടിയെ അമ്മ തന്നെ കൊന്നുവെന്നാണ് കണ്ടെത്തൽ. കുഞ്ഞിന്റെ മരണശേഷം ജഡം ആമ്പല്ലൂരിലെത്തിച്ച് ഭവിന് കൈമാറിയെന്നാണ് യുവതിയുടെ മൊഴി. എന്നാൽ ഈ കുട്ടിയെ കൊന്നതാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അനീഷയാണ് കുട്ടിയെ കൊലപ്പെടുത്തിയതെന്ന് സ്ഥിരീകരിച്ചു. ഇതിൽ ഭവിന് പങ്കില്ലെന്നാണ് വിവരം. എന്നാൽ കുഞ്ഞിനെ ഭവിൻ വീടിന്റെ പുറകിൽ രഹസ്യമായി കുഴിച്ചു മൂടിയെന്നും ഇരുവരും മൊഴി നൽകി. കുഞ്ഞിനെ കുഴിച്ചിടുന്നത് അയൽവാസികൾ കണ്ടോ എന്ന് യുവതി സംശയിച്ചിരുന്നു. യുവാവിനോട് പറഞ്ഞപ്പോൾ മോക്ഷം കിട്ടാൻ അസ്ഥികൾ കടലിൽ ഒഴുക്കാമെന്ന് പറഞ്ഞു. അനീഷ കൈമാറിയ അസ്ഥികൾ ഭവിൻ സ്വന്തം വീട്ടിൽ സൂക്ഷിച്ചു. കടലിൽ ഒഴുക്കിയെന്നാണ് യുവതിയെ വിശ്വസിപ്പിച്ചത്. 2ാമത്തെ കുട്ടി ജനിച്ചപ്പോൾ ഇരുവരും തമ്മിൽ തർക്കമുണ്ടായതായി പോലീസ് പറഞ്ഞു. അനീഷ വേറെ വിവാഹം കഴിക്കാൻ പോകുന്നതായി ഭവിന് സംശയമുണ്ടായി. വേറെ ഫോൺ ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയത് സംശയം വർദ്ധിപ്പിച്ചു. യുവതി ബന്ധമൊഴിഞ്ഞാൽ നേരത്തെ ഗർഭിണിയായത് തെളിയിക്കാനാണ് കുട്ടിയുടെ അസ്ഥി വീട്ടിൽ സൂക്ഷിച്ചത്.
കഴിഞ്ഞ രാത്രി ഇരുവരും തമ്മിൽ വീണ്ടും തർക്കമുണ്ടായി. അനീഷയുടെ ഫോൺ ബിസിയായതിനെ ചൊല്ലിയായിരുന്നു തർക്കം. തുടർന്ന് മദ്യപിച്ച ശേഷം ഭവിൻ പോലീസ് സ്റ്റേഷനിലെത്തി അസ്ഥികൾ കൈമാറുകയായിരുന്നു. ശനിയാഴ്ച അർദ്ധരാത്രി 12:30-ക്ക് ശേഷം ഒരു ചെറുപ്പക്കാരൻ ഈ പോലീസ് സ്റ്റേഷനിൽ വരിക. വന്നിട്ട് അയാൾ കയ്യിൽ ഒരു ബാഗുണ്ട്. സംസാരത്തിൽ നിന്ന് മദ്യപിച്ചായിട്ട് തോന്നി. നമ്മുടെ പോലീസിൻ്റെ അടുത്ത് വന്നിട്ട് അയാൾ പരസ്പര വിരുദ്ധമായിട്ടാണ് ആദ്യം പറയുന്നതിന് ക്ലാരിറ്റി കുറവാണ്. അപ്പോൾ അയാളുടെ ബാഗിൽ അയാൾ പറയുന്നു ഇത് രണ്ട് കുട്ടികൾ നേരത്തെ ജനിച്ചിട്ടുണ്ട്, എനിക്കും ഒരു പെണ്ണുമായിട്ട് ബന്ധമുണ്ട്, ബന്ധത്തിൽ 2 കുട്ടികൾ ജനിച്ചിട്ടുണ്ട്, 2 കുട്ടികൾ മരണപ്പെട്ടതാണ്, ആ കുട്ടികളുടെ സ്കെലറ്റനാണിത്, അസ്ഥികൂടത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇത് എന്ന് പറഞ്ഞിട്ടൊരു ബാഗ് തരികയാണ് പോലീസ്. 2 കുഞ്ഞുങ്ങളുടെയും അസ്ഥികളുമായാണ് ഭവിൻ സ്റ്റേഷനിലെത്തിയത്. മനുഷ്യരുടെ അസ്ഥിയാണ് കൊണ്ടുവന്നതെന്ന് പോലീസ് പ്രാഥമികമായി സ്ഥിരീകരിച്ചു. സഞ്ചിയിൽ കുഞ്ഞുങ്ങളുടെ അസ്ഥികളുമായി യുവാവ് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരികയായിരുന്നു. ഇയാൾ അപ്പോൾ മദ്യപിച്ചിരുന്നു. ചോദ്യം ചെയ്യലിൽ 3 വർഷം മുൻപാണ് സംഭവമെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. തുടർന്നാണ് അനീഷയെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ചോദ്യം ചെയ്തത്. മരിച്ചത് ഭവിന്റെയും അനീഷയുടെയും കുഞ്ഞുങ്ങളാണോ എന്ന് ഉറപ്പിക്കാൻ ഇനി DNA പരിശോധന അടക്കം നടത്തും. അപ്പം പ്രാഥമികമായിട്ടൊരു ഡോക്ടർക്ക്, ഫോറൻസിക് ഡോക്ടർക്ക് പ്രാഥമികമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇത് മനുഷ്യൻ്റെതാണോ, ദെൻ അത് ഒരു കുട്ടിയുടേതാണോ. അപ്പം ജനിച്ച ഉടനെ ഒരു കുട്ടിയുടെ അസ്ഥി എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ചില വ്യത്യാസമുണ്ട്. പലതും പൂർണ്ണ വളർച്ചയാവത്തില്ല. എല്ല് കണ്ടാൽ അവർക്കറിയാൻ പറ്റില്ല. 2 കുട്ടികളുള്ളതാണെന്ന് ഞങ്ങൾക്കത് ബോധ്യമാണ്. തീർച്ചയായിട്ടും ഡെഡ് ബോഡി ഇല്ല എന്നുള്ളത് ചലഞ്ചിങ് ആണ്. ഡെഡ് ബോഡി ഇല്ലെങ്കിൽ ഞങ്ങൾ കണ്ടുപിടിക്കുമല്ലോ. കുഞ്ഞുങ്ങളുടെ അസ്ഥികൾ കർമ്മം ചെയ്യാനാണ് ഇവർ സൂക്ഷിച്ചതെന്നാണ് മൊഴി. എന്തെങ്കിലും തരത്തിലുള്ള ദോഷം തീർക്കുന്നതിനു വേണ്ടിയാണ് കുട്ടികളുടെ അസ്ഥി സൂക്ഷിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. സംഭവത്തെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നാണ് അനീഷയുടെ വീട്ടുകാർ പറയുന്നത്. അനീഷയുടെ വീട്ടിൽ അമ്മയും സഹോദരനും മാത്രമാണുള്ളത്. ഭവിനെ അറിയാമായിരുന്നുവെന്നും മകളുമായുള്ള ബന്ധത്തെ എതിർത്തിരുന്നുവെന്നും യുവതിയുടെ അമ്മ മൊഴി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തൃശൂർ. കോഴിക്കോട് നിന്ന് 1.5 വർഷം മുൻപ് കാണാതായ വയനാട് സ്വദേശി ഹേമചന്ദ്രന്റെ കൊലപാതകത്തിൽ പുറത്തുവരുന്നത് സിനിമയെ പോലും വെല്ലുന്ന ഞെട്ടിപ്പിക്കുന്ന കഥകൾ. ഹേമചന്ദ്രൻ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ വർഷം മാർച്ചിൽ തന്നെയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇയാളുടെ ശരീരത്തിൽ ഗുരുതര പരിക്കുകളുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഈ പരിക്കുകളാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക കണ്ടെത്തൽ. ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയത് പ്രതികളുടെ സുഹൃത്തിൻ്റെ സുൽത്താൻ ബത്തേരിയിലെ വീട്ടിൽ വെച്ചെന്നും മൊഴിയിൽ പറയുന്നു. സംഭവത്തിന് ശേഷം വിദേശത്തേക്ക് കടന്ന മുഖ്യപ്രതി നൌഷാദിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയത് സുൽത്താൻ ബത്തേരിയിലെ ആൾതാമസമില്ലാത്ത വീട്ടിൽ വെച്ചാണെന്നാണ് പ്രതികളുടെ മൊഴി. കോഴിക്കോട് നിന്നും തട്ടിക്കൊണ്ടുപോയ ഹേമചന്ദ്രനെ നേരെ എത്തിച്ചത് ഈ വീട്ടിലായിരുന്നു. പണം തിരികെ കിട്ടാനായി മർദ്ദിച്ചപ്പോഴാണ് ഹേമചന്ദ്രൻ കൊല്ലപ്പെട്ടതെന്ന് പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട്. അടുത്തിടെ പ്രതികളിൽ ഒരാളെ മോഷണക്കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പിടികൂടിയിരുന്നു. അയാളിൽ നിന്ന് ലഭിച്ച ചില സൂചനകളാണ് ഹേമചന്ദ്രന്റെ തിരോധാന വിവരം പുറത്തുവരാൻ ഇടയാക്കിയത്. ചെറുകിട ചിട്ടി നടത്തുന്നയാളായിരുന്നു ഹേമചന്ദ്രൻ. ഇയാൾ കുറച്ച് ആളുകൾക്ക് പണം നൽകാനുണ്ടായിരുന്നു. ഇതിനിടയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്തേക്ക് പ്രതികൾ ഹേമചന്ദ്രന്റെ പെൺസുഹൃത്തിനെ കൊണ്ട് വിളിപ്പിക്കുകയായിരുന്നു. തുടർന്ന് അവർ ഹേമചന്ദ്രനെ ആളൊഴിഞ്ഞ വീട്ടിൽ കൊണ്ടുപോയി മർദ്ദിച്ചു. പിറ്റേ ദിവസം ഹേമചന്ദ്രൻ മരിച്ചു. തൊട്ടടുത്ത ദിവസം പ്രതികൾ മൃതദേഹം തമിഴ്നാട്ടിലെ വനത്തിൽ കുഴിച്ചിടുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം രാവിലെയോടെ തമിഴ്നാട്ടിലെ ചേരമ്പാടി വനമേഖലയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ആനകളുടെ താവളമായ വനപ്രദേശത്ത് എങ്ങനെയാണ് മൃതദേഹം മറവ് ചെയ്തതെന്നും കൂടുതൽ ആളുകളുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും പരിശോധിച്ചു വരികയാണ്. വയനാട് സ്വദേശികളായ പ്രതികളിൽ ഒരാളായ അജേഷിനെ കൂടെ കൊണ്ടുവന്നാണ് പോലീസ് മൃതദേഹം പുറത്തെടുത്തത്. ഇവിടം ചതുപ്പ് നിലമായതിനാലും തണുപ്പ് കൂടുതലുള്ള സ്ഥലമായിരുന്നതിനാലും മൃതശരീരം കൂടുതൽ അഴുകിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മൃതദേഹം എളുപ്പം തിരിച്ചറിയാനായി. എന്നാൽ DNA പരിശോധന ഉൾപ്പെടെ നടത്തി സ്ഥിരീകരണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു.
സാമ്പത്തിക തർക്കത്തെ തുടർന്നാണ് കൊലപാതകമെന്നാണ് സൂചന. വിദേശത്തേക്ക് കടന്ന നൌഷാദ് എന്നയാൾക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കും. നൌഷാദാണ് തട്ടിക്കൊണ്ടുപോകലിന് നേതൃത്വം നൽകിയതെന്നാണ് വിവരം. ബത്തേരി സ്വദേശി ഹേമചന്ദ്രൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപം മായനാട് മുണ്ടിക്കത്താഴത്തെ വീട്ടിലാണ് വാടകയ്ക്ക് താമസിച്ചിരുന്നത്. 2024 മാർച്ച് 20-ന് പെൺസുഹൃത്തിനെ കൊണ്ട് വിളിപ്പിച്ച് മെഡിക്കൽ കോളേജിന് സമീപത്ത് എത്തിച്ച ഹേമചന്ദ്രനെ 2 പേർ കാറിൽ കൂട്ടിക്കൊണ്ടുപോയി. പിന്നാലെ ഇയാളെ കാണാതാവുകയായിരുന്നു. ഏപ്രിൽ 1-ന് ഹേമചന്ദ്രന്റെ ഭാര്യ ഇത് സംബന്ധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹേമചന്ദ്രന്റെ കോൾ റെക്കോർഡും സംഭവവുമായി ബന്ധപ്പെട്ടവർ എന്ന് കരുതുന്നവരുടെ ടവർ ലൊക്കേഷനുകളും കേന്ദ്രീകരിച്ച പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വനത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. പ്രതികൾ ഹേമചന്ദ്രന്റെ കുടുംബത്തെ കബളിപ്പിച്ചത് കൊലപ്പെടുത്തിയ ആളുടെ ഫോൺ ഉപയോഗിച്ചാണ്. മിസ്സിംഗ് കേസായിട്ടാണ് ആദ്യം ഈ കേസ് പോലീസ് അന്വേഷിച്ചു തുടങ്ങിയത്. ഹേമചന്ദ്രന്റെ ഫോൺ പ്രതികൾ തുടർച്ചയായി ഉപയോഗിച്ച് ഇയാൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. ഊട്ടി മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം ഹേമചന്ദ്രന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. ഹേമചന്ദ്രന്റെയും ബന്ധുക്കളുടെയും DNA സാമ്പിൾ പരിശോധനാ ഫലം കിട്ടുന്നതുവരെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കും. സംഭവത്തിൽ സുൽത്താൻ ബത്തേരി സ്വദേശി ജ്യോതിഷ്, വെള്ളപ്പന പള്ളുവാടി സ്വദേശി അജേഷ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പ്രധാന പ്രതിയെന്ന് സംശയിക്കുന്ന വയനാട് ബീനാച്ചി സ്വദേശി നൌഷാദിനെ വിദേശത്ത് നിന്നും നാട്ടിലെത്തിക്കാനുള്ള ശ്രമവും തുടരുകയാണ്. ന്യൂസ് 18 വയനാട്. കൊച്ചിയിലെ ഹോട്ടലുകളിൽ DJ പാർട്ടികളും ലഹരി പാർട്ടികളും ഒക്കെ രഹസ്യമായും പരസ്യമായും നടക്കുന്നുണ്ട്. സിനിമാ താരങ്ങളും ഗായകരും ഉൾപ്പെടെ പല പ്രമുഖരും ഇത്തരം പാർട്ടികളിൽ പങ്കെടുക്കുന്നത് പതിവാണ്. കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ഒരു ബാർ ഹോട്ടലിൽ DJ പാർട്ടിക്കിടെ ഉണ്ടായ സംഘർഷം കത്തിക്കുത്തിലാണ് കലാശിച്ചത്. യുവതിയോട് അപമര്യാദയായി പെരുമാറിയെന്ന് ആരോപിച്ചുള്ള വാക്കേറ്റമാണ് സംഘർഷത്തിന് കാരണം. യുവാവിനെ വൈൻ ഗ്ലാസ് കൊണ്ട് യുവതി ആക്രമിച്ചെന്നാണ് പരാതി. കത്രിക്കടവിലെ എടശ്ശേരി ബാറിൽ കഴിഞ്ഞ രാത്രി ഉണ്ടായ സംഘർഷത്തിനിടെ ചെവിക്ക് പിന്നിൽ കുത്തേറ്റ ബഷീർ എന്ന യുവാവ് ചികിത്സയിലാണ്. സംഭവത്തിൽ 2 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. യുവ സിനിമാ താരവും പിന്നണി ഗായകനുമെല്ലാം പങ്കെടുത്ത DJ പാർട്ടിയിലാണ് സംഘർഷമുണ്ടായത്. ഉദയം പേരൂർക്കാരിയായ യുവതി സുഹൃത്തുക്കൾക്കൊപ്പമാണ് റെസ്റ്റോ ബാറിലെത്തിയത്. കൂട്ടുകാരുമൊത്ത് തൊടുപുഴയിൽ നിന്നെത്തിയ ബഷീർ ദേഹത്ത് കയറിപ്പിടിച്ചു എന്നാരോപിച്ചായിരുന്നു സംഘർഷം. കയ്യിലുണ്ടായിരുന്ന വൈൻ ഗ്ലാസ് കൊണ്ട് യുവതി ബഷീറിന്റെ കഴുത്തിൽ കുത്തി. ചെവിക്ക് പിന്നിലാണ് പരിക്കേറ്റത്. ബാറിൽ ബഹളമുണ്ടായതോടെ നോർത്ത് പോലീസ് എത്തി DJ പാർട്ടി നിർത്തിവെച്ചു. ആക്രമിച്ചതിന് യുവതിയെ കസ്റ്റഡിയിലെടുത്തെങ്കിലും പുലർച്ചെ വരെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ചോദ്യം ചെയ്യലിനിടെയാണ് തനിക്ക് നേരിട്ട ദുരനുഭവത്തിൽ പെട്ടെന്ന് പ്രതികരിക്കേണ്ടി വന്നു എന്ന മൊഴി നൽകിയത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം തുടങ്ങിയ എറണാകുളം നോർത്ത് പോലീസ് 2 FIRകൾ രജിസ്റ്റർ ചെയ്തു. യുവതിയെ കയറിപ്പിടിച്ചെന്ന കുറ്റത്തിന് ബഷീറിനെതിരെയും ബഷീറിനെ ആക്രമിച്ചെന്ന കേസിൽ യുവതിക്കെതിരെയും കേസെടുത്തു. നേരത്തെയും പ്രശ്നങ്ങളുണ്ടായ ഇടമാണ് ഇടശ്ശേരി ബാർ. 2023-ൽ ബാറിന് മുന്നിൽ വെടിവെപ്പ് വരെ നടന്നിരുന്നു. ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട് പന്തീരാങ്കാവിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് 40 ലക്ഷം രൂപ തട്ടിയെടുത്തതിൽ വൻ ഗൂഢാലോചന നടന്നതായി കണ്ടെത്തൽ. ദമ്പതികളും അവരുടെ ബന്ധുവും ചേർന്നുള്ള ആസൂത്രണത്തിലായിരുന്നു കവർച്ച. മുഖ്യപ്രതി ഷിബിൻ ലാലിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇക്കാര്യത്തെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത്. കേസിൽ ഷിബിൻ ലാലിനെയും ഭാര്യ കൃഷ്ണലേഖയെയും ബന്ധു കുട്ടാപ്പി എന്ന ദിനരഞ്ജുവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇസാഫ് ജീവനക്കാരിൽ നിന്നും 40 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് നടപടി. എന്നാൽ 1 ലക്ഷം രൂപ മാത്രമാണ് ബാങ്കിൽ ഉണ്ടായിരുന്നതെന്നാണ് പ്രതിയുടെ നിലപാട്. ബാക്കി 39 ലക്ഷം രൂപ ഇനിയും കണ്ടെത്താനായിട്ടില്ല.
ജൂൺ 11-നാണ് കവർച്ച നടന്നത്. അക്ഷയ ഫിനാൻസിൽ 40 ലക്ഷത്തിന്റെ സ്വർണമുണ്ടെന്നും അതെടുത്തു മാറ്റിവെക്കാൻ താൽപര്യമുണ്ട് എന്നറിയിച്ചുമാണ് ഒന്നാം പ്രതി ഷിബിൻ ലാൽ രാമനാട്ടുകര ഇസാഫ് ബാങ്കിലെത്തി അക്കൗണ്ട് തുറന്നത്. പണം നഷ്ടപ്പെട്ട സംഭവത്തിന് 2 ദിവസം മുമ്പ് ഇയാളുടെ ഭാര്യ കൃഷ്ണലേഖയും ഇസാഫിൽ പുതുതായി അക്കൗണ്ട് എടുത്തിരുന്നു. ഈ 2 ഘടകങ്ങളാണ് കൃഷ്ണലേഖയ്ക്ക് ഇതിൽ പങ്കുണ്ട് എന്ന നിഗമനത്തിലേക്ക് പോലീസിനെ എത്തിച്ചത്. പണയം വെച്ച സ്വർണമെടുക്കാൻ 40 ലക്ഷം രൂപയുമായി അക്ഷയ ഫിനാൻസിലേക്ക് വന്ന ജീവനക്കാരിൽ നിന്ന് ഷിബിൻലാൽ ബാഗ് തട്ടിയെടുത്ത് കടക്കുകയായിരുന്നു. ഷിബിൻലാലിന്റെ ഒപ്പം കൃഷ്ണലേഖയും ഇസാഫ് ബാങ്കിലെത്തി തനിക്ക് പന്തീരാങ്കാവ് ഗ്രാമീൺ ബാങ്കിൽ 10 ലക്ഷത്തിന്റെ സ്വർണ്ണപ്പണയം ഉണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് വ്യാജ സത്യവാങ്മൂലം നൽകിയതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഗൂഢാലോചന കുറ്റവും വ്യാജരേഖയുണ്ടാക്കി നൽകുക വഴി കുറ്റകൃത്യത്തിൽ പരോക്ഷമായി സഹായിച്ചതുമാണ് കൃഷ്ണലേഖയ്ക്കെതിരെ ചുമത്തിയ വകുപ്പുകൾ. കവർച്ച നടന്ന ദിവസം രാത്രി മോട്ടോർ സൈക്കിളിൽ പാലക്കാട്ടേക്ക് രക്ഷപ്പെടാൻ ഷിബിൻലാലിനെ സഹായിച്ചതാണ് 3-ാം പ്രതി ദിനരഞ്ജുവിന്റെ പേരിലുള്ള കുറ്റം. ഇരുവരെയും കോടതി റിമാൻഡ് ചെയ്തു. തട്ടിയെടുത്ത ബാഗിൽ 1 ലക്ഷം രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. അതേസമയം 40 ലക്ഷം രൂപ നഷ്ടപ്പെട്ടുവെന്ന വാദത്തിൽ ബാങ്ക് ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെയെങ്കിൽ ബാക്കി 39 ലക്ഷം രൂപ എവിടെ എന്ന ചോദ്യം ബാക്കിയാകുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. ന്യൂസ് 18 കോഴിക്കോട്. സർക്കാരും വിവിധ പാർട്ടികളും ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടികൾ പലയിടങ്ങളിലും സംഘടിപ്പിക്കുന്നുണ്ട്. രാഷ്ട്രീയ നേതാക്കളും പ്രവർത്തകരും മയക്കുമരുന്ന് ഉപയോഗിക്കില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യും. അതിനിടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ മറവിൽ ലഹരി കച്ചവടം നടത്തുന്നവരെ കാണാം. തിരുവനന്തപുരത്ത് MDMA ഇടപാട് നടത്തിയിരുന്നത് CPI നേതാവാണ്. മുൻ AIF നേതാവും CPI പാളയം ലോക്കൽ കമ്മിറ്റി അംഗവുമായ കൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മന്ത്രിമാരും പാർട്ടി ഉന്നതരുമായി അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് പിടിയിലായ കൃഷ്ണൻ. ബൈക്കിൽ വരുന്ന 2 പേർ MDMA കൈമാറുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. തുടർന്നാണ് 9 ഗ്രാം MDMAയുമായി കൃഷ്ണനും കൂട്ടുപ്രതി ആലി മുഹമ്മദും എക്സൈസിന്റെ പിടിയിലായത്. CPI സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും CPI മന്ത്രിമാരുടെ ഓഫീസിലുമൊക്കെ സ്ഥിരം സാന്നിധ്യമാണ് അറസ്റ്റിലായ കൃഷ്ണൻ. പാർട്ടി ഉന്നതരുമായും അടുത്ത ബന്ധമുണ്ട്. ലഹരിക്കെതിരെ സർക്കാർ വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോഴാണ് സഖ്യകക്ഷിയായ CPIയിലെ പ്രാദേശിക നേതാവ് MDMAയുമായി അറസ്റ്റിലാകുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. പഠനത്തിനൊപ്പം തൊഴിൽ ചെയ്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒട്ടേറെ വിദ്യാർത്ഥികൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ പണം കണ്ടെത്താൻ കുറുക്കുവഴികൾ തേടുന്നവരെയും ഇക്കൂട്ടത്തിൽ കാണാം. ആഡംബര ജീവിതം ലക്ഷ്യമിട്ട് വിദ്യാർത്ഥികളിൽ പലരും ലഹരി വിൽപ്പനയിലേക്ക് പോലും തിരിയുന്ന കാഴ്ച. ലഹരി മാഫിയകളുടെ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നതോടെ വൻ തുകയാണ് ഇവർക്ക് കമ്മീഷനായി ലഭിക്കുന്നത്. കൊല്ലം ഓയൂരിൽ വിദ്യാർത്ഥികൾക്ക് മയക്കുമരുന്ന് വിൽപ്പന നടത്തി വന്നിരുന്ന 2 യുവാക്കളെ പോലീസ് പിടികൂടി. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച മാരക ലഹരി വസ്തുക്കളും ഇവരിൽ നിന്നും കണ്ടെടുത്തു. കൊട്ടാരക്കര വെളിയം സ്വദേശികളായ അഭിജിത് ലാൽ, ഗോപുകൃഷ്ണൻ എന്നിവരാണ് പിടിയിലായത്.
ഇവരുടെ പക്കൽ നിന്ന് 1 ഗ്രാം MDMAയും 5 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു. വെളിയ മുട്ടക്കുഴി ഭാഗത്ത് വെച്ചാണ് ഇരുവരും ഡാൻസ് ഓഫ് സംഘത്തിന്റെ പിടിയിലായത്. പ്രദേശത്ത് വിദ്യാർത്ഥികളുടെ ഇടയിൽ വ്യാപകമായ ലഹരിമരുന്ന് കച്ചവടം നടക്കുന്നതായി പോലീസിന് രഹസ്യവിവരം ലഭിച്ചിരുന്നു. തുടർന്ന് നിരീക്ഷണം ശക്തമാക്കിയ പൂയപ്പള്ളി പോലീസ് അഭിജിത്തിനെയും ഗോപകൃഷ്ണനെയും പിന്തുടർന്ന് പിടികൂടി. വൈകിട്ട് 4 മണിയോടെ ഇരുവരും ഹോണ്ട ആക്റ്റീവ സ്കൂട്ടറിൽ മുട്ടക്കുഴി ജംഗ്ഷനിലെത്തുകയും തുടർന്ന് ഡാൻസ് ഓഫ് ടീം വിരിച്ച വലയിൽ കുടുങ്ങുകയുമായിരുന്നു. MDMAയും കഞ്ചാവും വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നതാണെന്ന് പ്രതികൾ സമ്മതിച്ചു. കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് SI ജ്യോതിഷ് ചിറവൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. പൂയപ്പള്ളി പോലീസിന് കൈമാറിയ പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. കേരളത്തിലേക്ക് തൊഴിൽ തേടിയെത്തുന്ന ഇതര സംസ്ഥാനക്കാരായ യുവാക്കൾ കൂടുതൽ പണം സമ്പാദിക്കാൻ കണ്ടെത്തുന്ന മാർഗമാണ് ലഹരിക്കടത്ത്. നാട്ടിൽ നിന്ന് വരുന്നവരിൽ പലരും കഞ്ചാവ് വിൽപ്പനയ്ക്കായി കൊണ്ടുവരുന്നുണ്ട്. എറണാകുളം ഏരൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ പക്കൽ നിന്ന് 16 കിലോ കഞ്ചാവ് പിടികൂടിയപ്പോഴാണ് ഇക്കാര്യം വ്യക്തമായത്. സ്ത്രീകൾ ഉൾപ്പെടുന്ന സംഘമാണ് ഈ കഞ്ചാവ് കടത്തിന് പിന്നിലെന്ന് പോലീസ് പറയുന്നു. കേസിൽ ബംഗാൾ സ്വദേശികളായ റോണി ഷെയ്ഖ്, അഫ്സൽ ഹുസൈൻ എന്നിവർ പിടിയിലായി. ആരാധനാലയങ്ങളും വീടുകളും കേന്ദ്രീകരിച്ച് കവർച്ച നടത്തുന്ന സംഘങ്ങൾ നാട്ടിൽ വിലസുകയാണ്. കോട്ടയം പുതുപ്പള്ളിയിൽ ദേവാലയത്തിൽ നിന്ന് സ്വർണം കവർന്നത് ഇരുട്ടിൻ്റെ മറവിലാണ്. തൃക്കോതമംഗലം സെൻറ് ജെയിംസ് ഓർത്തഡോക്സ് പള്ളിയുടെ ഓഫീസ് മുറിയിൽ സൂക്ഷിച്ചിരുന്ന 12 സ്വർണ്ണത്താലികളാണ് കവർന്നത്. പള്ളി തുറക്കാനായി കപ്പ്യാർ എത്തിയപ്പോഴാണ് മുറികൾ തുറന്ന നിലയിൽ കാണപ്പെട്ടത്. പുലർച്ചെയാണ് മോഷണം നടന്നത്. പള്ളിയിലെ ഓഫീസ് മുറിയും വൈദികന്റെ മുറിയും കുത്തിത്തുറന്നാണ് മോഷണം നടത്തിയത്. 12 സ്വർണ്ണത്താലികൾ മോഷണം പോയതായി പള്ളി അധികൃതർ സ്ഥിരീകരിച്ചു. പള്ളി സെമിത്തേരിയിൽ അടക്കിയ സ്ത്രീകളുടെ സ്വർണ്ണത്താലികളാണ് ഓഫീസിൽ സൂക്ഷിച്ചിരുന്നത്. പുലർച്ചെ 3 മണിയോടെ പ്രാർത്ഥനകളുടെ ഭാഗമായി പള്ളി തുറക്കാനെത്തിയ കപ്പ്യാരാണ് വൈദികന്റെ മുറി തുറന്നു കിടന്നത് കണ്ടത്. തുടർന്ന് പള്ളി സെക്രട്ടറിയെ വിളിച്ചുവരുത്തി നടത്തിയ പരിശോധനയിലാണ് ഓഫീസ് മുറിയും സമാന രീതിയിൽ കുത്തിത്തുറന്നതായി കണ്ടെത്തിയത്. പുലർച്ചെ തന്നെ കോട്ടയം ഈസ്റ്റ് പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു. ചാണ്ടി ഉമ്മൻ MLA ഉൾപ്പെടെ പള്ളി സന്ദർശിച്ചു. ന്യൂസ് 18 കോട്ടയം. കർഷകരും കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നവരും വലിയ ദുരിതങ്ങൾ നേരിടുന്ന കാലമാണിത്. മോശം കാലാവസ്ഥയും കാർഷിക വിളകളുടെ വിലത്തകർച്ചയും കാരണം വലിയ നഷ്ടങ്ങൾ അവർക്ക് സംഭവിക്കുന്നുണ്ട്. അതിനിടെ കാർഷിക ഉൽപ്പന്നങ്ങൾ നഷ്ടപ്പെട്ടാലുള്ള മനോവിഷമം ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കാർഷിക ഉൽപ്പന്നങ്ങളും വാഴത്തൈകളും കവർന്ന സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അവണാകുഴി സ്വദേശി ശിവകുമാർ നടത്തുന്ന SS ട്രേഡേഴ്സിലും സമീപത്തെ പാറശാല സ്വദേശിയുടെ കടയിലുമായിരുന്നു മോഷണം. കാറിലെത്തി കവർച്ച നടത്തുന്ന CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിന് ലഭിച്ചു. കഴിഞ്ഞ ദിവസം പുലർച്ചെയായിരുന്നു സംഭവം. അവണാക്കുഴിക്ക് സമീപം ശിവകുമാർ നടത്തുന്ന SS ട്രേഡേഴ്സിലും സമീപത്തെ പാറശാല സ്വദേശിയുടെ കടയിലുമായിരുന്നു മോഷണം നടന്നത്. കാറിലെത്തിയ മോഷ്ടാവ് കടയിൽ നിന്ന് 200ഓളം വാഴത്തൈകളും സമീപത്തെ കടയിലെ 10 ടയറുകളും കവർന്നു. കഴിഞ്ഞ 25-ന് പകൽ സമയത്ത് കാറിലെത്തിയ 50 വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഒരാൾ കടയുടമയുടെ കണ്ണുവെട്ടിച്ച് വാഴത്തൈകൾ എടുക്കാൻ ശ്രമിച്ച സംഭവമുണ്ടായിരുന്നു.
ഇതേ കാറിലെത്തിയ ആളാണ് കവർച്ച നടത്തിയതെന്ന് കടയുടമ പറയുന്നു. 25-ാം തീയതി വൈകുന്നേരം ഒരു 5 മണിയായപ്പോൾ ഒരാൾ വന്ന് എന്നോട് വാഴക്കെന്ന് ചോദിച്ചു. ഞാൻ പണി ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കൊടുക്കാൻ പറ്റില്ല. പുള്ളി ഇട്ടിരുന്ന പാർട്ടിയിൽ ഭാര്യയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് വീട്ടിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അത് കൊടുക്കില്ലെന്ന് പറഞ്ഞു. കൊടുക്കണമെങ്കിൽ നമ്പർ തരാമെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് നമ്പർ വേണ്ട, ഞാൻ പണി ചെയ്യുകയാണ്, പണി കഴിഞ്ഞിട്ട് വാങ്ങിക്കാമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഉടൻ തന്നെ അവിടെ ചെന്ന് കിടക്കി വണ്ടി കരുത്ത് നിർത്തി വാഴക്കെന്ന് വാരി ഇട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു എടുക്കാൻ പറ്റില്ല, വണ്ടി എടുത്തോണ്ട് പോയി. പിറ്റേന്ന് ഞാൻ രാവിലെ വന്നപ്പോൾ വാഴക്കെന്ന് വാരിയിരിക്കുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഈ ക്യാമറ ചെക്ക് ചെയ്തപ്പോൾ ഈ പുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് കേസ് കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ. കടയുടമകൾ കാഞ്ഞിരംകുളം പോലീസിൽ പരാതി നൽകി. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ടെന്നും കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായും പോലീസ് പറഞ്ഞു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നവർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഏറെ ശ്രദ്ധിക്കണം. അല്ലാത്തപക്ഷം 8ന്റെ പണി കിട്ടിയെന്നിരിക്കും. ഇടുക്കി കുഴിത്തോളുവിലെ ഏലക്ക വ്യാപാര സ്ഥാപനത്തിൽ നിന്നും ഏലക്ക മോഷ്ടിച്ച കേസിൽ പിടിയിലായത് ജീവനക്കാർ തന്നെയാണ്. തമിഴ്നാട് തേനി സ്വദേശികളായ മുത്തു, അളകരാജ എന്നിവരാണ് അറസ്റ്റിലായത്. വിവിധ ദിവസങ്ങളിലായി 75,000-ലധികം രൂപയുടെ ഏലക്കയാണ് ഇവർ മോഷ്ടിച്ചത്. കുഴിത്തൊളുവിലെ വ്യാപാര സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്. ജീവനക്കാർ ജോലിക്കെത്തുമ്പോൾ കൊണ്ടുവന്നിരുന്ന ബാഗിൽ ഏലക്ക മോഷ്ടിച്ച് കടത്തുകയായിരുന്നു. കടയിലെത്തുന്ന ഏലക്കയുടെ അളവിൽ സംശയം തോന്നിയ വ്യാപാരി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മോഷണം ശ്രദ്ധയിൽപ്പെട്ടത്. ബാഗിൽ കടത്താൻ ശ്രമിച്ച 5 കിലോ ഏലക്കയുമായി ഇവരെ കയ്യോടെ പിടികൂടി പോലീസിലേൽപ്പിക്കുകയായിരുന്നു. കമ്പംമെട്ട് പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ വിശദമായ പരിശോധനയിൽ 1 മാസത്തിനിടെ വിവിധ ദിവസങ്ങളിലായി 30 കിലോ ഏലക്ക മോഷ്ടിച്ചതായി കണ്ടെത്തി. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഇടുക്കി. കൊച്ചിയിൽ ലോറിയിൽ നിന്ന് ആഡംബരക്കാർ പുറത്തിറക്കുന്നതിനിടെ നിയന്ത്രണം വിട്ടിടിച്ച് ഷോറൂം ജീവനക്കാരൻ മരിച്ച സംഭവം ആരുടെ വീഴ്ചയാണ്? കാറിൻ്റെ സാങ്കേതിക പിഴവാണ് അപകടത്തിന് കാരണമെന്ന് വാദിക്കുമ്പോൾ CCTV ദൃശ്യങ്ങൾ സത്യം തുറന്നു പറയുന്നുണ്ട്. CITU പ്രവർത്തകനായ ഡ്രൈവറുടെ വീഴ്ചയാണ് ഒരു യുവാവിൻ്റെ ജീവനെടുത്തത്. ഷോറൂം ജീവനക്കാരൻ റോഷനെ ഇടിച്ചു തെറിപ്പിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തം. അന്വേഷണത്തിൽ പോലീസിന് അനാസ്ഥയെന്ന ആരോപണവുമായി കുടുംബം രംഗത്തെത്തി. കഴിഞ്ഞ ദിവസമാണ് വൈറ്റില ചളിക്കവട്ടത്ത് കാരിയർ വാഹനത്തിൽ നിന്നും ആഡംബരക്കാരായ റേഞ്ച് റോവർ പുറത്തേക്കിറക്കുന്നതിനിടയിൽ കാർ നിയന്ത്രണം വിട്ട് അപകടമുണ്ടായത്. CITU പ്രവർത്തകൻ അൻഷാദ് ആയിരുന്നു വാഹനം ഓടിച്ചിരുന്നത്. പുറകിൽ നിന്നിരുന്ന ജീവനക്കാരനായ റോഷനെ ഇടിച്ചു തെറിപ്പിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റം ചുമത്തിയാണ് പാലാരിവട്ടം പോലീസ് കേസെടുത്തത്. മാനുഷിക പിഴവാണ് അപകടമുണ്ടാക്കിയതെന്നും വാഹനത്തിന് സാങ്കേതിക തകരാറില്ലെന്നും മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. എന്നാൽ പോലീസിന്റെ നടപടിക്കെതിരെ കുടുംബം രംഗത്തെത്തി. അപകടശേഷം പോലീസോ CITU പ്രവർത്തകരോ ബന്ധപ്പെട്ടില്ലെന്നാണ് ആരോപണം. അതേസമയം കാർ ഇറക്കാനെത്തിയ തൊഴിലാളികളുടെ പ്രവർത്തന പരിചയത്തിലടക്കം നിരവധി വിമർശനം ഉന്നയിച്ചിരുന്നു. അൻഷാദ് 10 വർഷത്തിലധികം പ്രവർത്തന പരിചയമുള്ളയാളാണെന്നാണ് CITU കാർ ഡ്രൈവേഴ്സ് യൂണിയന്റെ വിശദീകരണം. ന്യൂസ് 18 കൊച്ചി. രാജ്യത്തെ ആകെ നടുക്കിയതാണ് സൗത്ത് കൊൽക്കത്തയിലെ ലോ കോളേജിൽ വിദ്യാർത്ഥിനി കൂട്ട ബലാത്സംഗത്തിന് ഇരയായ കേസ്. RG-കാർ മെഡിക്കൽ കോളേജിലെ ബലാത്സംഗ കൊലയ്ക്ക് പിന്നാലെ നടന്ന സംഭവം ബംഗാളിൽ വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയിട്ടുണ്ട്. കേസിൽ നിർണായക CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു.
ഒന്നാം പ്രതിയുടെ ഫോണിൽ നിന്ന് പീഡന ദൃശ്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. അതിജീവിതയുടെ പരാതി ശരിവെക്കുന്ന തെളിവുകളാണ് പോലീസിന് ലഭിച്ചത്. കോളേജിൽ നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങൾ വിദ്യാർത്ഥിനിയുടെ പരാതിയിലെ ആരോപണങ്ങൾ സ്ഥിരീകരിക്കുന്നതായി പോലീസ് വ്യക്തമാക്കി. ഇരയായ വിദ്യാർത്ഥിനിയെ പ്രതികൾ കോളേജിലെ സുരക്ഷാ ജീവനക്കാരന്റെ മുറിയിലേക്ക് വലിച്ചിഴക്കുന്നതാണ് CCTV ദൃശ്യങ്ങളിലുള്ളത്. വിദ്യാർത്ഥി യൂണിയൻ മുറിയിൽ നിന്നും, ശുചിമുറിയിൽ നിന്നും, സുരക്ഷാ ജീവനക്കാരന്റെ മുറിയിൽ നിന്നും മുടിയിഴകൾ, മർദ്ദിക്കാൻ ഉപയോഗിച്ച ഹോക്കി സ്റ്റിക്ക് തുടങ്ങിയ തെളിവുകളും പോലീസ് ശേഖരിച്ചു. 3 മുറികളിലും ബലപ്രയോഗത്തിന്റെ വ്യക്തമായ സൂചനകളുണ്ട്. സാമ്പിളുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഒന്നാം പ്രതി മനോജിത് മിശ്രയുടെ ഫോണിൽ നിന്ന് പീഡന ദൃശ്യങ്ങളും കണ്ടെത്തിയിരുന്നു. ലഭിച്ച ദൃശ്യങ്ങൾ കേസിൽ നിർണായക തെളിവാണ്. പ്രതി ഈ ദൃശ്യങ്ങൾ മറ്റാരെങ്കിലുമായി പങ്കുവച്ചിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിച്ചു വരികയാണ്. അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ 5 പ്രത്യേക സംഘത്തിനാണ് കേസിന്റെ അന്വേഷണ ചുമതല. അറസ്റ്റിലായ 4 പ്രതികളെയും ചൊവ്വാഴ്ച വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. ന്യൂസ് 18 കൊൽക്കത്ത. തിരുവനന്തപുരം പൂവാറിലെ ഗുണ്ടാ നേതാവ് ജോണി നാട്ടുകാർക്കും പോലീസിനും സ്ഥിരം തലവേദനയാണ്. അടിപിടി, പിടിച്ചുപറി, പോലീസിന് നേരെയുള്ള ആക്രമണം ഉൾപ്പെടെ 30-ലധികം കേസിലെ പ്രതിയാണ് ഇയാൾ. കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകരയിൽ അളവിൽ കൂടുതൽ വിദേശ നിർമ്മിത മദ്യം കൈവശം വെച്ച കേസിൽ ജോണി പിടിയിലായി. പ്രദേശത്തെ സ്ഥിരം അക്രമിയായ ഇയാൾക്കായി തെരച്ചിൽ നടക്കുമ്പോഴാണ് പോലീസിന്റെ വലയിൽ കുടുങ്ങിയത്. പൂവാർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രതിയാണ് ജോണി. നെയ്യാറ്റിൻകര സബ് ഡിവിഷനിൽ മാത്രം 30-ലധികം കേസിൽ പ്രതിയാണ്. സെർച്ച് വാറന്റ് അനുസരിച്ച് നടത്തിയ പരിശോധനയിലാണ് മുന്തിയ ഇനം വിദേശ നിർമ്മിത മദ്യങ്ങളും വ്യാജചാരായവും പ്രതിയുടെ വീട്ടിൽ നിന്ന് പിടികൂടിയത്. ജോണിയിൽ നിന്ന് 20 ലിറ്ററിലധികം വിദേശ നിർമ്മിത മദ്യത്തിനു പുറമെ പോണ്ടിച്ചേരി നിർമ്മിത മദ്യവും ചാരായവും ബിയറും 6 കുപ്പി വൈനും 17 കുപ്പി നോൺ ആൽക്കഹോളിക് കർണാടക ബിയറും പിടിച്ചെടുത്തു. വ്യാജ പാസ്പോർട്ട് കൈവശം വെച്ചതിനു പുറമെ പോലീസിനെ ആക്രമിച്ചതുൾപ്പെടെ 6 കേസുകൾ ഇയാളുടെ പേരിലുണ്ട്. പ്രദേശത്തെ സ്ഥിരം അക്രമിയായ ഇയാൾക്കായി തെരച്ചിൽ നടക്കവെയാണ് പോലീസിന്റെ പിടിയിലായത്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കൊല്ലം കൊട്ടിയത്ത് ട്രാൻസിറ്റ് ഹോമിൽ പോലീസുകാരെ ആക്രമിച്ച് ചാടിപ്പോയ റഷ്യൻ യുവാവ് പിടിയിൽ. 27 വയസ്സുള്ള ഇലിയ ഇക്കുമോ ആണ് കൊട്ടിയം പോലീസിന്റെ പിടിയിലായത്. വിസ കാലാവധി കഴിഞ്ഞ് അനധികൃതമായി കപ്പലിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കവേ പിടിയിലായയാൾ കേസിൽ വിചാരണ നേരിടുന്നതിനിടയിലാണ് സംഭവം. കണ്ണൂർ ആലക്കോട് വീട്ടുപറമ്പിൽ മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തി. സംഭവത്തിൽ ആലക്കോട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കർണാടകയിൽ 50-കാരനെ ഭാര്യയും കാമുകനും ചേർന്ന് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം 30 കിലോമീറ്റർ അകലെ ഉപേക്ഷിച്ചു. കാതശെട്ടിഹള്ളിയിലെ ശങ്കരമൂർത്തിയെ കൊന്ന കേസിൽ ഭാര്യ സുമംഗല, കാമുകൻ നാഗരാജു എന്നിവർ പിടിയിൽ. വീട്ടിൽ യാതൊരു പരിഗണനയും കിട്ടാത്ത കുട്ടികളുണ്ട്. അച്ഛനോ അമ്മയ്ക്കോ സ്നേഹിക്കാനോ ലാളിക്കാനോ സമയമില്ലാത്ത അവസ്ഥ. നിസ്സാര പ്രശ്നത്തിന് പോലും മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള കുറ്റപ്പെടുത്തൽ. പഠനത്തിൽ പിന്നോട്ടു പോയാലോ, കൂട്ടുകാരോട് സംസാരിച്ചാലോ, വീട്ടിൽ ജോലി ചെയ്തില്ലെങ്കിലോ വഴക്കും പഴിയും കേൾക്കാൻ വിധിക്കപ്പെട്ടവർ. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ് സ്നേഹം തേടി പുറത്തു പോകുന്നത്. കൗമാരപ്രായമൊക്കെ ആകുമ്പോൾ പ്രണയച്ചതിയിൽ വീഴുന്നത്. തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ കൊലപ്പെടുത്തിയ യുവതിയുടെ കുട്ടിക്കാലവും ഒരുപക്ഷേ ഇങ്ങനെയൊക്കെ ആയിരുന്നിരിക്കണം. അവൾ ഗർഭിണിയായതും പ്രസവിച്ചതും വീട്ടുകാർ അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ? ഒരു മാതൃത്വത്തിൻ്റെ വില മനസ്സിലാകാത്ത ആ പെൺകുട്ടിക്ക് സ്വന്തം അമ്മയുടെ കരുതലും സ്നേഹവും പോലും ലഭിച്ചിട്ടുണ്ടാകില്ല. ഏതൊരു വ്യക്തിയും കുറ്റവാളിയായി ജനിക്കുന്നതല്ല, അവരുടെ സാഹചര്യങ്ങളും ജീവിതവുമാണ് കുറ്റകൃത്യത്തിലേക്ക് നയിക്കുന്നത്. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.